guys, how are you? After 2 days, I think I am putting a video again. So, inshallah, next videos okay nane etrayum pettannu thanne idan nokkam karanam circle is a long chapter, so we have to finish this chapter as soon as possible. അപ്പോൾ നമ്മളെ ചാപ്റ്ററിൻ്റെ 7th ക്വസ്റ്റ്യൻ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രൂവ് ദാറ്റ് ദ ടു സർക്കിൾസ് ഡ്രോൺ ഓൺ ദ ടു ഈക്വൽ സൈഡ്സ് ഓഫ് എൻ ഐസോസിലസ് ട്രയാങ്കിൾ ആസ് ഡയാമീറ്റേഴ്സ് പാസ് ത്രൂ ദ മിഡ് പോയിന്റ് ഓഫ് ദ തേർഡ് സൈഡ്. നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ട എന്താണ്? Two circles drawn on the two equal sides of an isosceles triangle. Look at this, isosceles triangle as diameter. Isosceles triangle ഞാൻ ഇവിടെ പിക്ചർ നമ്മൾ ക്വസ്റ്റ്യനിലില്ല, പക്ഷെ നമുക്ക് അതിനനുസരിച്ചൊരു പിക്ചർ വരക്കാം. അപ്പോൾ നമ്മളൊരു പിക്ചർ വരച്ചിട്ടുണ്ട് ABC triangle as an isosceles triangle. What is an isosceles triangle? A triangle with two sides are equal. രണ്ട് സൈഡും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളിനെയാണ് isosceles triangle എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ഈക്വൽ സൈഡ് നോക്കി, AC ഈക്വൽ ടു BC. അങ്ങനെ ഒരു ഐസോസിലസ് ട്രയാങ്കിൾ വരച്ചാൽ ഈ ACയും രണ്ട് ഈക്വൽ സൈഡ് ഏതാ ACയും BCയും ഈ രണ്ട് ഈക്വൽ സൈഡ്സും ഡയമീറ്റർ ആയി നമ്മൾ രണ്ട് സർക്കിൾസ് വരക്കുകയാണെങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് അത് ആ വരച്ച സർക്കിള് പാസ് ത്രൂ ദ മിഡ് പോയിന്റ് ഓഫ് ദ തേർഡ് സൈഡ്. മൂന്നാമത്തെ സൈഡ് ഏതാ AB അല്ലേ? ആ മൂന്നാമത്തെ സൈഡിലൂടെയാണ് ആ സർക്കിള് മൂന്നാമത്തെ സൈഡിൻ്റെ മിഡ് പോയിന്റിലൂടെയാണ് ആ സർക്കിൾ പാസ് ചെയ്യുന്നത്. അതായത് മിഡ് പോയിന്റ് ഇവിടെ ഒരു അടയാളം പെടുത്തിയിട്ടുണ്ട്, D എന്ന് പറഞ്ഞിട്ട് ഒരു ലൈൻ വരച്ചിട്ട്. അപ്പോൾ ഈ ഒരു ഡിയിലൂടെയാണ് പാസ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ ലെറ്റ്സ് സീ ഹൗ ടു പ്രൂവ് ദിസ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ട്രയാങ്കിൾ ABC വരച്ചിട്ടുണ്ട്. ഇൻ ട്രയാങ്കിൾ ABC ആൻസർ ആണ് AC is equal to BC, right? That is the two equal sides of the triangle. അപ്പോൾ എന്നിട്ട് നമ്മളിവിടെ DC എന്ന ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരക്കുക. അതായത് ബൈ ടേക്കിംഗ് ദ മിഡ് പോയിന്റ് ഓഫ് AB വിൽ ഡ്രോ എ ലൈൻ പെർപെൻഡിക്കുലർ, ദാറ്റ് ഈസ് DC പെർപെൻഡിക്കുലർ ടു AB വരക്കുക. D ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് AB, റൈറ്റ്? ഇനി നമ്മൾ പറയുകയാണ് AC ഡയമീറ്റർ എടുത്തിട്ട് നമ്മളൊരു സർക്കിൾ വരക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇവിടെ 90 ഡിഗ്രി ആണെന്നല്ലേ. അപ്പോൾ നമ്മൾ ഇപ്പുറവും 90 ഡിഗ്രി ആണ്. അതായത് ഇൻ ട്രയാങ്കിൾ ടു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഫോംസ് വെൻ വി ഡ്രോ എ ലൈൻ ഇൻ ലൈക്ക് മിഡ് പോയിന്റ് പെർപെൻഡിക്കുലർ ലൈൻ വരച്ചാൽ രണ്ട് ട്രയാങ്കിൾസ് ഫോം ചെയ്യുന്നുണ്ട്. ഒന്ന് ട്രയാങ്കിൾ ABC, ഒന്ന് CDB. ഈ രണ്ടും 90 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ ഈ AC ഡയമീറ്റർ ആയിരിക്കുമ്പോൾ നമ്മൾ റേഡിയസിനാണ് ഒരു സർക്കിൾ വരക്കുന്നത്. അങ്ങനെ ഒരു സർക്കിൾ വരച്ചാൽ ആ സർക്കിൾ പാസ് ചെയ്യുമ്പം 90 ഡിഗ്രി ആംഗിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് വിൽ പാസ് ഓൺ ദ സർക്കിൾ അല്ലേ, ആ സർക്കിളിൻ്റെ മുകളിലായിരിക്കും. അപ്പം ഈ ഒരു 90 ഡിഗ്രി എന്ന് പറയുന്നത് സർക്കിളിൻ്റെ മുകളിലായിരിക്കും. അപ്പോൾ AC എടുത്ത് വരച്ചാൽ സർക്കിളിൻ്റെ മുകളിലൂടെ ആയിരിക്കും നമ്മുടെ മിഡ് പോയിന്റ്, തേർഡ് സൈഡിൻ്റെ മിഡ് പോയിന്റിലൂടെ ആയിരിക്കും സർക്കിൾ പാസ് ചെയ്യുന്നത്. ഇനി BC ഡയമീറ്റർ ആയിട്ട് എടുത്താലും അതേപോലെ തന്നെ ഇവിടെ എത്തുന്ന സമയത്ത് 90 ഡിഗ്രി ആംഗിൾ ആയതുകൊണ്ട് തന്നെ അതിലൂടെ ആയിരിക്കും പാസ് ചെയ്യുന്നത്. സർക്കിളിൻ്റെ മുകളിലായിരിക്കും ആംഗിൾ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ മനസ്സിലാക്കാനേ ഉള്ളൂ, ദ ടു ഈക്വൽ സൈഡും ഡയമീറ്റർ ആക്കിയിട്ട് നമ്മൾ രണ്ട് സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ മൂന്നാമത്തെ സൈഡിൻ്റെ മിഡ് പോയിന്റിലൂടെ ആയിരിക്കും, അതായത് ABയുടെ മിഡ് പോയിന്റ് D, അതായത് 90 ഡിഗ്രി മിഡ് പോയിന്റിലൂടെ ആയിരിക്കും സർക്കിൾ പാസ് ചെയ്യുന്നത്. സോ നമ്മൾ ഉത്തരം വളരെ എളുപ്പത്തിൽ എഴുതാം. ഇൻ ട്രയാങ്കിൾ ABC, AC is equal to BC, ഡ്രോ ABC പെർപെൻഡിക്കുലർ ടു AB. ABക്ക് പെർപെൻഡിക്കുലർ DC വരക്കുക. സോ ഹിയർ D is the മിഡ് പോയിന്റ് ഓഫ് AB. ഓക്കെ, മിഡ് പോയിന്റ് ഓഫ് AB ആണ്. അങ്ങനെയുള്ള സമയത്ത് ടു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ഫോംസ്, that is triangle ADC and triangle CDB. So 90 degree angle passes on the circle that we already studied. Therefore, circle drawn with two equal sides as diameter passes through the midpoint of the third side. എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡ്രോ ചെയ്യാൻ വേണ്ടി ചെറിയ ഡിഫിക്കൽട്ടിലുണ്ട്. പാഠത്തിലെ ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ ചോദിക്കുന്നതെന്ന് വെച്ചാൽ we have to prove that all the circles or the four circles which are drawn by taking the four sides of the rhombus as diameters pass through one point or one common point. അതായത് നമ്മൾ ഈ റോംബസ് തന്നിട്ടുള്ള റോംബസിൻ്റെ ഓരോ സൈഡും, റോംബസിന് എത്ര സൈഡ് ഉണ്ട്? 4 സൈഡ് അല്ലേ. ഈ 4 സൈഡും ഡയമീറ്റർ ആയിട്ട് എടുത്തിട്ട് 4 സർക്കിൾ വരച്ചാൽ ആ 4 സർക്കിളും ഒറ്റ പോയിന്റിലൂടെയാണ് പാസ് ചെയ്യുന്നത് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഉത്തരത്തിലേക്ക് കടക്കാം. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ഉത്തരം നമ്മൾക്ക് നോക്കാം. ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് പിക്ചറിൽ ക്വസ്റ്റ്യനിൽ എനിക്ക് ഡ്രോ ചെയ്യാൻ പറ്റിയില്ല. പിക്ചർ എങ്ങനെയൊക്കെയോ ഒരു വിധത്തിൽ പിക്ചർ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ ആൻസർ എഴുതാൻ നോക്കാം. ഓക്കെ,
ഇവിടെ നമ്മൾ 4 സർക്കിൾസും ഓരോ സൈഡും, അതായത് റോംബസിൻ്റെ ഓരോ സൈഡും ഡയമീറ്റർ ആക്കിയിട്ട് വരച്ചിട്ടുണ്ട്. അത് ഒറ്റ പോയിന്റ്, ഇവിടെ റെഡ് ഞാൻ പോയിന്റ് ഇട്ടിട്ടുണ്ട്, ആ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് എങ്ങനെയാണ്, അത് എന്തുകൊണ്ടാണ് അത് പാസ് ചെയ്യുന്നത്. ഹിയർ PS, PQ, QR ആൻഡ് SR ആർ കൺസിഡേർഡ് ആസ് ഡയമീറ്റേഴ്സ്. അങ്ങനെ ഡയമീറ്റേഴ്സ് കൺസിഡർ ചെയ്തു. ഓക്കെ, നമ്മൾ 4 സർക്കിൾ വരച്ചിട്ടുണ്ട്. ടേക്ക് ആംഗിൾ PSR ആൻഡ് ആംഗിൾ PQR. നമ്മളിവിടെ എൻ്റെ ഒരു ഡയഗണൽ വരച്ചിട്ടുണ്ട് അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഡയഗണൽ വരച്ചിട്ടുണ്ട്. അത് ഞാൻ റെഡ് ഡോട്ട് ആയിട്ടൊരു ഡയഗണൽ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് നമ്മൾ ക്രോസ് ലൈൻ വരച്ചാൽ രണ്ട് ട്രയാങ്കിൾസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യും. ഒരു റോംബസിൻ്റെ 2 ട്രയാങ്കിൾസായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പം ആ 2 ട്രയാങ്കിളാണ് ആംഗിൾ, ഒന്ന് ആംഗിൾ PSRും ഒന്ന് ആംഗിൾ PQRും. അതൊരു ഐസോസിലസ് ട്രയാങ്കിളാണ്, ബിക്കോസ് 1 സൈഡ് ഈസ് ഈക്വൽ, കോമൺ ഫോർ ബോത്ത് അല്ലേ. ബാക്കിയുള്ള 2 ആംഗിൾസ് 2 സൈഡ്സും ഈക്വൽ ആണ്. അപ്പോൾ നമ്മൾ എന്താണ് ഈ റോംബസിനെ രണ്ട് ട്രയാങ്കിൾസ് ഐസോസിലസ് ട്രയാങ്കിളായിട്ട് ഡിവൈഡ് ചെയ്യുക. ഫസ്റ്റ് ട്രയാങ്കിളാണ് ട്രയാങ്കിൾ PSR. ആ ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ OS എന്നൊരു പെർപെൻഡിക്കുലർ വരക്കുന്നില്ല, ഇവിടെ OS എന്ന് നമ്മൾ നേരെ എന്താണ് ഇവിടുത്തെ കോണിലേക്ക് വെർട്ടിക്സിലേക്ക് ഒരു ലൈൻ വരച്ചാൽ OS ഇസ് പെർപെൻഡിക്കുലർ ടു ദിസ് ലൈൻ PRന് പെർപെൻഡിക്കുലർ ആയിട്ട് OS വരക്കാം. ഓക്കെ, നമ്മൾ ഈ ഒരു ആംഗിൾ മാത്രമാണ് എടുക്കുന്നത്. ഏത് ആംഗിൾ PSR മാത്രം. ഈ ആംഗിൾ PSR എടുത്തിട്ട് അതിൽ നമ്മൾ ഇപ്പം OS എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ട്. അത് ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു PR. ഈ ഒരു OS ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈ മൊത്തം ട്രയാങ്കിളിനെ 2 ആയിട്ട് അല്ലേ, 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ട്രയാങ്കിളായിട്ട്? ട്രയാങ്കിൾ POS ആൻഡ് ട്രയാങ്കിൾ ROS. ഇതൊക്കെ രണ്ടും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. മാത്രമല്ല അവിടെ POS ആൻഡ് ROS ആർ ലീനിയർ പെയേഴ്സ് എന്ന് പറയും. കാരണം നമ്മൾ രണ്ടിനെയും ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് രണ്ടും ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. ഒന്ന് POSൽ ഇവിടെ 90 ഡിഗ്രി ആംഗിൾ, ROSൽ ഇവിടെ 90 ഡിഗ്രി ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. ഇതവിടെ ഈ POSും SORും അല്ലെങ്കിൽ ROSും കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 90 + 90 180 ഡിഗ്രി. അപ്പോൾ ലീനിയർ പെയേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഒരേ ലൈനിൽ 2 ആംഗിൾസ് അപ്പുറം ഇപ്പുറമുള്ള ആംഗിൾസ് ആയിരിക്കും. ആൻഡ് അതിൻ്റെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. അതായത് സെമി സർക്കിളിൻ്റെ ആംഗിൾ ആയിരിക്കും അത് അല്ലേ, ഓക്കെ, അതിൻ്റെ വാല്യൂ. സോ നെക്സ്റ്റ് നമ്മളൊരു ഭാഗം കൺസിഡർ ചെയ്തു അല്ലേ. ദെൻ കൺസിഡർ ആംഗിൾ PQR. ഈ ഒരു ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യാം. അവിടെ നമ്മൾ OQ എന്ന് പറയുന്ന Oയിൽ നിന്നും Qയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു ടുവേർഡ്സ് PR. അപ്പം ദാറ്റ് ഈസ് ഓൾസോ ഡിവൈഡിങ് ദിസ് ആംഗിൾ PQR. ഈ PQR എന്ന് പറയുന്ന ട്രയാങ്കിൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? ട്രയാങ്കിൾ POQ ആൻഡ് ട്രയാങ്കിൾ QOR. അതായത് ഏതൊക്കെ ആംഗിളാണ് ഈക്വൽ ആംഗിൾസ്? PQRനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് OQ വരക്കുന്ന സമയത്ത് POQ ഈക്വൽ ടു QOR. അത് രണ്ടും കൂട്ടി എത്ര കിട്ടും? ഇവിടെ 90 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി, നമുക്ക് 180 ഡിഗ്രി കിട്ടും അല്ലേ. ഇവിടെ 180 ഡിഗ്രി കിട്ടി. സോ നമ്മൾക്ക് അറിയാം ലീനിയർ പെയേഴ്സിൻ്റെ ആംഗിളൊക്കെ ഒരേ ലൈനിൽ വരുന്നതാണ്. അപ്പം ആ ഒരു ലൈനിലൊക്കെ 90 ഡിഗ്രി ആണെന്നല്ലേ, 90 ഡിഗ്രി. അപ്പം 4 സർക്കിൾസിൻ്റെയും മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ എത്രയാണ്? 90 ഡിഗ്രി ആണ്, 490 ഡിഗ്രി വരുന്നുണ്ട്. അപ്പോൾ 90 ഡിഗ്രി ആംഗിൾ എത്തുന്ന സമയത്ത് സർക്കിൾ ഏതിലൂടെ പാസ് ചെയ്യണം? ആ 90 ഡിഗ്രി ആംഗിളിൻ്റെ മുകളിലൂടെയാണ് സർക്കിൾ പാസ് ചെയ്യൽ. അപ്പോൾ ഇവിടെ 4 സർക്കിളും 4 സ്ഥലത്ത് 90 ഡിഗ്രി വരുന്ന സ്ഥലം എവിടെയാണ്? ഈ ഒരു നടുവിലാണ് അല്ലെ, ഒരു മിഡ് പോയിന്റിൽ. അപ്പോൾ ആ ഒരു മിഡ് പോയിന്റിൽ എത്തുന്ന സമയത്ത് സർക്കിളൊക്കെ ജോയിൻ ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞത് ആസ് ഓൾ ദ 4 സർക്കിൾ പാസസ് ത്രൂ 90 ഡിഗ്രി അറ്റ് എ പോയിന്റ്. എല്ലാ സർക്കിളും 90 ഡിഗ്രി ഒറ്റ പോയിന്റിലാണ് പാസ് ചെയ്യുന്നത് അല്ലേ. 90 ഡിഗ്രി ഇവിടെ എത്തുമ്പോഴാണ് 90 ഡിഗ്രി ആംഗിൾ ഇവർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ്, അതുകൊണ്ട് നമുക്ക് പറയാം 4 സർക്കിൾസ് ഡ്രോൺ, 4 സർക്കിളും വരച്ചിട്ടുള്ളത്. സർക്കിൾസ് ഡ്രോൺ ടേക്കിംഗ് 4 സൈഡ്സ് ഓഫ് എ റോംബസ്. 4 സൈഡും റോംബസിൻ്റെ 4 സൈഡും ഡയമീറ്റർ ആക്കിയിട്ട് 4 സർക്കിൾ എടുത്ത് വരച്ചാൽ അത് ദാറ്റ് വിൽ പാസ് ത്രൂ എ കോമൺ പോയിന്റ്. ഒരു കോമൺ പോയിന്റിൽ പാസ് ചെയ്യുന്നത് നമുക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ, ഒന്നുകൂടി കറക്റ്റ് മനസ്സിലാക്കി വെക്കുക. നമ്മൾ തന്നിട്ടുള്ള റോംബസിനെ 2ആയി ഡിവൈഡ് ചെയ്യുക, 2 ട്രയാങ്കിൾ ആക്കിയിട്ട് എടുക്കുക. ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ട് ഒരു പെർപെൻഡിക്കുലർ വരച്ചിട്ട് അതിൽ 2 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്താൽ നമുക്ക് 2 ലീനിയർ പെയർ കിട്ടും. ലീനിയർ പെയർ എന്ന് വെച്ചാൽ 90 + 90 ഡിഗ്രി 180 ഡിഗ്രിയാണ്. അതേപോലെ PQR നെക്സ്റ്റ് ട്രയാങ്കിൾ എടുക്കുക, അതേപോലെ 1 ലീനിയർ പെയർ കിട്ടും 90 ഡിഗ്രി + 90 ഡിഗ്രി. അപ്പോൾ ഈ സർക്കിളൊക്കെ പാസ് ചെയ്ത് ആ 90 ഡിഗ്രിൻ്റെ അടുത്ത് എത്തുന്ന സമയത്ത് അതൊക്കെ മീറ്റപ്പ് ആക്കും. അതാണ് ഇവിടെ പ്രൂവ് ചെയ്യേണ്ട കാര്യം. സോ വി പ്രൂവ് ഇറ്റ്.
അപ്പോൾ അതിൻ്റെ കൂടെ രണ്ടാമതൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതേ റോംബസിൽ നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തില്ലേ, അതേ റോംബസിൻ്റെ ഓരോ സൈഡും, അത് ഏതൊരു ക്വാഡ്രിലാറ്ററൽ ആയാലും, ഏത് ക്വാഡ്രിലാറ്ററിലും 4 സൈഡിൽ ഏതൊരു ക്വാഡ്രിലാറ്ററിലും ഈ ഒരു ഈ ഒരു പ്രൂവ് ചെയ്ത കാര്യം സത്യമാണ്. അതായത് പ്രൂവ് ദാറ്റ് ദിസ് ഇസ് ട്രൂ ഫോർ എനി ക്വാഡ്രിലാറ്ററൽ വിത്ത് അഡ്ജസൻറ്റ് സൈഡ്സ് ഈക്വൽ ഇൻ ദ പിക്ചർ. ഈ ഒരു പിക്ചറിൽ എല്ലാ സൈഡും ഈക്വൽ അല്ല, അഡ്ജസൻറ്റ് സൈഡ് മാത്രമാണ് ഈക്വൽ ആയിട്ടുള്ളത്. പി എസും പി ക്യൂം ഈക്വലാണ്, എസ് ആറും ക്യു ആറും ഈക്വലാണ്. അപ്പം ഇങ്ങനെയുള്ള ഏതൊരു ക്വാഡ്രിലാറ്ററലും 4 സൈഡും ഡയമീറ്റർ ആയിട്ട് എടുത്തിട്ട് 4 സർക്കിൾ വരച്ചാൽ അത് ഒരു പോയിന്റിലൂടെയാണ് പാസ് ചെയ്യുന്നത് എന്നത് ശരിയാണ് എന്ന് പ്രൂവ് ചെയ്യണം. ഏതൊരു ക്വാഡ്രിലാറ്ററലും റോംബസ് മാത്രമല്ല, ഏതൊരു ക്വാഡ്രിലാറ്ററലും അത് സത്യമാണോ എന്ന് പ്രൂവ് ചെയ്യണം. സോ ഇവിടെ നമ്മൾക്ക് എടുക്കാം, നമ്മളിവിടെ ഇങ്ങനെ ഒരു 4 സൈഡിലൂടെ 4 എന്താണ് ഓരോ സൈഡും ഡയമീറ്റർ ആക്കിയിട്ട് എടുത്തിട്ട് 4 സർക്കിൾ വരച്ചപ്പോൾ നമ്മളിവിടെ മീറ്റ് ചെയ്യുന്നത് കാണുന്നുണ്ട് അല്ലേ. നമുക്ക് ഫസ്റ്റ് എന്താക്കാം, നമ്മൾ ഈ ഒരു പിയിൽ നിന്ന് ആറിലേക്ക് ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ വരക്കാം, പി ആർ. ഓക്കെ, ഡയഗണൽ വരക്കാം. സോ ദാറ്റ് ഡയഗണൽ പി ആർ ഡിവൈഡ്സ് ദ ട്രയാങ്കിൾ ദ ക്വാഡ്രിലാറ്ററൽ പി ക്യു ആർ എസ് ഇൻറ്റു ട്രയാങ്കിൾ പി എസ് ആർ ആൻഡ് ട്രയാങ്കിൾ പി ക്യു ആർ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. യെസ്, ഫസ്റ്റ് ലെറ്റ് us കൺസിഡർ ആംഗിൾ പി എസ് ആർ. ട്രയാങ്കിൾ പി എസ് ആറിൽ നമ്മൾ ഒ എസ് എന്ന് പറഞ്ഞൊരു പെർപെൻഡിക്കുലർ വരച്ചാൽ, പി ആറിനൊരു പെർപെൻഡിക്കുലർ വരച്ചാൽ പി എസ് ആർ വിൽ ബി ഡിവൈഡഡ് ഇൻ ടു പി ഒ എസ് ആൻഡ് ആംഗിൾ എസ് ഒ ആർ. അതിൻ്റെ രണ്ടിനെയും സം എത്രയാണ്? ഇവിടെ നോക്ക്, 90 ഡിഗ്രി 90 ഡിഗ്രി ലീനിയർ പെയർ ആണ്. ലീനിയർ പെയർ മീൻസ് ഒരു ലൈനിൽ വരുന്ന അപ്പുറം ഇപ്പുറം വരുന്ന ആംഗിളാണ്. 90 ഡിഗ്രി ആണ്. 90 + 90 180 ഡിഗ്രി. പിന്നെ കൺസിഡർ പി ക്യു ആർ. പി ക്യു ആറിൽ നമ്മൾ ഒ ക്യു എന്ന പെർപെൻഡിക്കുലർ ലൈൻ പി ആറിന് വരച്ചാൽ നമ്മൾ പി ഒ ക്യു ആൻഡ് ക്യു ആർ എന്ന ആംഗിൾ കിട്ടും, ട്രയാങ്കിൾസ് കിട്ടും. അതും ലീനിയർ പെയർ ആണ്. അതിൻ്റെ സം 180 ഡിഗ്രിയാണ്. therefore here also linear pair അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ 90 ഡിഗ്രി എന്ന് പറയുന്ന ആംഗിളിൽ നമ്മൾ എത്തുന്ന സമയത്ത് സർക്കിൾ എന്താവും, ഒരേപോലെ പാസ് ചെയ്യുമ്പോൾ ഒരു സർക്കിൾ 90 ഡിഗ്രി ആംഗിളിൽ എത്തുന്ന സമയത്ത് അത് പിന്നെ അവിടെ ഓൺ ദ ആ ആംഗിൾ സർക്കിളിൻ്റെ മുകളിലുണ്ടാവും. അതേപോലെ ഇപ്പം രണ്ടാമത്തെ സർക്കിൾ വരച്ചാലും അവിടെ തന്നെ എത്തുന്നത്, അവിടെയും സർക്കിൾ മുകളിലൂടെയായിരിക്കും ആംഗിൾ പാസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓൾ ദ 4 ആംഗിൾസ്, ഏത് 4 ആംഗിൾസും പാസസ് ഓൺ ദ സർക്കിൾ അറ്റ് എ പോയിന്റ്. അതായത് 4 ആംഗിൾസും 90 90 90 90 4 ആംഗിൾസും സർക്കിളിൻ്റെ ഒറ്റ പോയിന്റിലൂടെയാണ് പാസ് ചെയ്യുന്നത് അല്ലേ. എല്ലാ സർക്കിൾസിനെയും ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യും. അപ്പോൾ എല്ലാ സർക്കിൾസും ഇവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഓൾ ദ സർക്കിൾസ് ടേക്കിംഗ് ഡയമീറ്റർ. ഞാനിവിടെ അതിൻ്റെ കൺക്ലൂഷൻ കൊടുക്കാം, ഒരു മിനിറ്റ്. ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, സർക്കിൾസ് ഡ്രോൺ ഫോർ എനി ക്വാഡ്രിലാറ്ററൽ. ഏതൊരു ക്വാഡ്രിലാറ്ററലിനും സർക്കിൾ ഡ്രോൺ ചെയ്താൽ വിത്ത് അഡ്ജസൻറ്റ് സൈഡ്സ് ഈക്വൽ ആയാലും ദാറ്റ് ഈസ് ഓൾസോ പാസസ് ത്രൂ 1 പോയിൻറ്റ്. ആ സർക്കിൾസൊക്കെ 4 സർക്കിൾസും ഒറ്റ പോയിൻറ്റിലൂടെയായിരിക്കും പാസ് ചെയ്യുന്നത്. അത് ആ ഒരു ആംഗിൾ 90 ഡിഗ്രി എന്ന് പറയുന്ന ആംഗിളിലൂടെ ആയിരിക്കും പാസ് ചെയ്യുന്നത്. സോ ഇത്രയും പ്രൂവ് ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ടോപ്പിക്ക്, ഈ ഒരു പ്രൂവ് ചെയ്യുന്ന ടോപ്പിക്ക് ഇതോടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട്, a triangle is drawn by joining a point on a semicircle to the ends of the diameter. A triangle is drawn by joining on a semicircle to the ends of the diameter. അതൊരു സെമി സർക്കിളിൽ നിന്നും ഒരു പോയിന്റിൽ നിന്നും 2 ലൈൻസ് എടുത്തിട്ട് ഒരു ഡയമീറ്ററിൻ്റെ അറ്റത്തേക്ക് വരച്ചിട്ട് നമ്മളൊരു ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. അപ്പം ദെൻ സെമി സർക്കിൾസ് ആർ ഡ്രോൺ അഗെയിൻ. സെമി സർക്കിൾസ് ആർ ഡ്രോൺ വിത്ത് അതർ 2 സൈഡ്സ് ആസ് ഡയമീറ്റർ. അങ്ങനെ ട്രയാങ്കിളിൻ്റെ മറ്റ് 2 സൈഡിനെയും ഡയമീറ്റർ ആക്കിയിട്ട് വേറെ 2 സെമി സർക്കിൾ ഇപ്പുറത്തും വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്, prove that the sum of the areas of the red and blue crescents in the second picture. ഈ സെക്കൻഡ് പിക്ചറിൽ കാണുന്ന ബ്ലൂ ആൻഡ് റെഡ് കളറിൽ തന്നിട്ടുള്ള ആ ഒരു ഷെയ്ഡഡ് പോർഷനിലെ ഏരിയയുടെ സമ്മ്, അതായത് ഈ ഷെയ്ഡഡ് പോർഷൻ മാത്രമാണ്, അതിൻ്റെ ഏരിയയുടെ സമ്മ് ഇസ് ഈക്വൽ ടു ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. ട്രയാങ്കിളിൻ്റെ ഏരിയക്ക് ഈക്വൽ ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ ലെറ്റ്സ് ഗോ ടു ദ ആൻസർ. അപ്പോൾ ഗൈസ്, ഇതാണ് അതിൻ്റെ ആൻസർ കണ്ട് നെട്ടണ്ട, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഫസ്റ്റ് ഒരു സെമി സർക്കിൾ തന്നിട്ടുണ്ട്, രണ്ടാമതൊരു സെമി സർക്കിൾ തന്നിട്ടുണ്ട്. ഫസ്റ്റ് സെമി സർക്കിളിന് പറഞ്ഞത് പിന്നെ അതാണ് അതിൻ്റെ ഈ ഒരു പോർഷൻ്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് എയും ഈ ഒരു പാർട്ടിലെ ബി എന്നുള്ള ഈ ഒരു പോർഷൻ്റെ ഏരിയ, അത് ഇവിടെ എ ബി സി എന്ന് പറയുന്നത് 3 ഡയമീറ്ററിന് അല്ലെങ്കിൽ 3 സൈഡ്സിന് കൊടുത്തിട്ടുള്ള നെയിമാണ്. അപ്പോൾ ഏരിയ ഓഫ് സെമി സർക്കിൾ നമ്മൾക്കറിയാം, സർക്കിളിൻ്റെ ഏരിയ πr² ആണ്. അപ്പോൾ സെമി സർക്കിളിൻ്റെ ഏരിയ πr²/2, ദാറ്റ് ഈസ് ½ πr² എന്ന് പറയാം. അപ്പോൾ നമ്മളിവിടെ പിന്നെ 6 എന്ന് പറഞ്ഞ റേഡിയസ് ഡയമീറ്റർ എടുത്തത് ഈ സി ആണ്. അപ്പോൾ സി ആണ് ഡയമീറ്റർ, c/2 ആണ് എന്ത്
അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്. അപ്പം ഹാഫ് പൈ ഇൻറ്റു ആർ സ്ക്വയർ, റേഡിയസിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ c/2 ആണ് റേഡിയസ്, ഇതിൻ്റെ ഹാഫ് സീൻ്റെ ഹാഫ് c/2 ഹോൾ സ്ക്വയർ. അപ്പോൾ ഏരിയ ഓഫ് എന്താണ് സെമി സർക്കിൾ കിട്ടിയല്ലോ. ഇനി ഏരിയ ഓഫ് എ സെമി സർക്കിൾ എന്ന് വെച്ചാൽ മൊത്തം ഏരിയ ആണ് ഈ സെമി സർക്കിളിൻ്റെ. അതിൽ നിന്നും ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കുറച്ചാൽ നമുക്ക് ഈ ഒരു പോർഷൻ കിട്ടും. അപ്പോൾ നമുക്ക് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എത്രയാണ്? ഹാഫ് BH. ബേസ് എയും ആൾട്ടിറ്റ്യൂഡ് ബിയും എടുത്താൽ ഹാഫ് ഇൻറ്റു എ ഇൻറ്റു ബി. അപ്പോൾ നമ്മൾക്ക് ഇന്ന് ഒരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്യാം, എന്നാൽ നമ്മൾക്ക് ഇതിൻ്റെ പോർഷൻ്റെ ഏരിയ കിട്ടും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? ഹാഫ് ഇൻറ്റു പൈ ഇൻറ്റു c/2 ഹോൾ സ്ക്വയർ സെമി സർക്കിളിൻ്റെ ഏരിയ മൈനസ് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു ബി, ദാറ്റ് ഈസ് ട്രയാങ്കിളിൻ്റെ ഏരിയ. ഇതാണ് എന്ത് ആ ഒരു ബാക്കിയുള്ള പോർഷൻ്റെ ഏരിയ. അത് ഫസ്റ്റ് ഇക്വേഷനായിട്ട് എഴുതാം. എന്നിട്ട് സെക്കൻഡ് സർക്കിളിലേക്ക് പോകാം, പിക്ചറിലേക്ക്. ഇവിടെ സം ഓഫ് ഏരിയ ഓഫ് ദ സെമി സർക്കിൾ ഈസ് ഈക്വൽ ടു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അത് ഈ ഒരു ഷെയ്ഡഡ് പോർഷൻ ഇല്ലേ, അതിൻ്റെ സമ്മ് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയയുമായിട്ട് ഈക്വൽ ആണോ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ പിന്നെ ഈ ഒരു സെമി സർക്കിളിൻ്റെ മൊത്തത്തിലുള്ള ഏരിയ കണ്ടിട്ട് അതിൻ്റെ സമ്മ്, ഓക്കെ. മൊത്തത്തിലുള്ള ഫസ്റ്റ് സെമി സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? πr² ഡിവൈഡ് ബൈ 2. രണ്ടാമത്തെ സെമി സർക്കിളിൻ്റെ ഇക്വേഷൻ πr² ഡിവൈഡ് ബൈ 2. ഇവിടുത്തെ നമ്മൾ ഈ രണ്ട് സൈഡുമാണ് ഇവിടെ ഡയമീറ്റർ എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് സെമി സർക്കിൾ വരച്ചത് ഈ ഒരു എ എന്ന് പറയുന്നതിനെ ഡയമീറ്റർ ആയിട്ട് എടുത്തിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ വരും? πr² ബൈ 2 ആണ്. അതായത് ഹാഫ് πr², ആറിൻ്റെ പകരം എ വരും, a/2. ഹാഫ് ഇൻറ്റു പൈ ഇൻറ്റു a/2 ഹോൾ സ്ക്വയർ. അതായത് ഇത് ഡയമീറ്റർ ആണ്, അതിൻ്റെ റേഡിയസ് ഡിവൈഡ് ബൈ 2 a/2 ഹോൾ സ്ക്വയർ പ്ലസ് ഹാഫ് പൈ ഇൻറ്റു b/2 ഹോൾ സ്ക്വയർ. അതായത് ബി എന്ന് പറയുന്ന ഒരു ഇതിനെ ഡയമീറ്റർ ആക്കിയിട്ട് എടുത്തിട്ട് വരച്ച സർക്കിൾ. ഇത് മൊത്തമാണ് കേട്ടോ എടുക്കുന്നത്, ഷെയ്ഡഡ് പ്ലസ് അൺഷെയ്ഡഡ് പാർട്ട് എടുത്തിട്ടാണ് നമ്മൾ അതിൻ്റെ ഇക്വേഷൻ എഴുതിയിട്ടുള്ളത്. ഈ ഒരു മൊത്തം സർക്കിളിൻ്റെ ഈ ഒരു പിന്നെ ഇതിൽ നിന്നും, അതായത് ഏരിയയിൽ നിന്നും ഈ ഒരു പോർഷൻ, അതായത് ഈ ഒരു പോർഷൻ നമ്മൾ കണ്ടുപിടിച്ചല്ലോ, ഈ ഒരു ഇത് സെയിം പിക്ചർ അല്ലേ, ഇതിൻ്റെ ഏരിയ നമ്മൾ ഈ ഒരു ഇക്വേഷനാക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. അതിന് മൈനസ് ചെയ്താൽ നമ്മൾക്ക് ഈ ഒരു ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയയുടെ സമ്മ് കിട്ടും അല്ലേ. അപ്പോൾ ആ സമ്മ് നമ്മൾ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയുമായിട്ട് ഈക്വൽ ആണോ എന്നാണ് നമ്മൾക്ക് നോക്കേണ്ടത്. അപ്പോൾ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ കാണണമെങ്കിൽ നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? മൊത്തം നമ്മൾ ഈ ഒരു ഏരിയയുടെ സമ്മിൽ നിന്നും ഈ മൊത്തം ഏരിയ മൈനസ് ചെയ്യണം. അതായത് ഇത് എടുത്ത് എഴുതാം, മൈനസ് ഹാഫ് ഫസ്റ്റത്തെ ഇക്വേഷൻ ഹാഫ് ഇൻറ്റു പൈ ഇൻറ്റു c/2 ഹോൾ സ്ക്വയർ മൈനസ് ഹാഫ് ഇൻറ്റു എ. ഇവിടെ നോക്ക്, ഹാഫ് ഇൻറ്റു പൈ ഹാഫ് ഇൻറ്റു പൈ ഹാഫ് ഇൻറ്റു പൈ ഇതൊക്കെ എന്താണ് കോമൺ ആയിട്ട് വരുന്നത്? 2² ഇപ്പം പുറത്തെടുത്ത് എഴുതിയാൽ ഹാഫ് ഇൻറ്റു പൈ a² ആയിട്ട് എടുക്കും. 2² 4 ആണ്. ഹാഫ് ഇൻറ്റു പൈ ഇൻറ്റു b² ബൈ 4 ഹാഫ് മൈനസ് ഹാഫ് ഇൻറ്റു പൈ ഇൻറ്റു c² ബൈ 4 മൈനസ് ഹാഫ് ഇൻറ്റു ab. ഇനിയിപ്പോൾ നമ്മൾ ഹാഫ് ഇൻറ്റു പൈ എന്ന് പറയുന്നത് എന്താണ്? π/2 ആണ് അല്ലേ. π/2 ഇൻറ്റു a² ബൈ 4 നമ്മൾ എങ്ങനെ എഴുതാം? π/8, 2 ഇൻറ്റു 4 8. അപ്പോൾ π/8 പുറത്തെടുക്കാം. ഇവിടെയൊക്കെ ഇതൊക്കെ സെയിം ആയിട്ട് വരുന്നതുകൊണ്ട് π/8 പുറത്തെടുത്തിട്ട് നമ്മൾ ബാക്കി എത്രയുണ്ട്? a² ഉണ്ട് പ്ലസ് b² ഉണ്ട് മൈനസ് a² ഉണ്ട് ഈക്വൽ ടു ഇട്ടാൽ ഈ മൈനസ് നമ്മൾ എന്താവും? പോസിറ്റീവ് ആവും, ഹാഫ് ab എന്ന് കിട്ടും. ഇപ്പോൾ ഈ ഒരു പോർഷൻ നമ്മൾ നോക്കിയാൽ ഈ a² പ്ലസ് b² മൈനസ് c² നമ്മൾ പൈത്തഗോറസ് തിയറം പഠിച്ചിട്ടില്ലേ? എന്താണ്? ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. അപ്പം നമ്മൾ ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ മൈനസ് ഈ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇപ്പോൾ എടുത്താലോ അതിൻ്റെ ആൻസർ 0 ആയിരിക്കും. അതിൻ്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 3² പ്ലസ് 4² ഈസ് ഈക്വൽ ടു 5². 3² എന്ന് പറയുന്നത് 9, 4² എന്ന് പറഞ്ഞാൽ 16, 5² 25. അപ്പം 9 പ്ലസ് 16 25 ആണ്. 25 ഈക്വൽ ടു 25. അപ്പോൾ 25 ഇപ്പോൾ എടുത്താലോ -25 ഇപ്പോൾ 0. ആ ഒരു ഫോമാറ്റിലാണ് ഈ ഒരു വാല്യൂ a² പ്ലസ് b² മൈനസ് c² ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. ആ 0നെ എന്തിനോട് മൾട്ടിപ്ലൈ ചെയ്താലും 0 ആണ്. അപ്പോൾ ഇവിടെ 0 ഇസ് ഈക്വൽ ടു ഹാഫ് ab. അപ്പോൾ ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്ത് ഹാഫ് ab എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു വെച്ച് അല്ലേ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. അപ്പോൾ നമ്മൾ ഇതിനെ എന്താണ്? സം ഓഫ് ഏരിയ ഓഫ് area of shaded portion is equal to area of triangle. So we proved it. നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. Therefore sum of areas of shaded portion, okay, shaded portion of a semicircle is equal to the area of the triangle എന്ന് നിങ്ങൾക്ക് ലാസ്റ്റ് പ്രൂവ് ചെയ്തിട്ട് എഴുതാവുന്നതാണ്. സോ ഇത്രയുമാണ് ഇന്നത്തേക്കുള്ള ക്ലാസ്. hope you understand and hope you like the video. Please drop the comment
Okay, and like my video, and also if you're watching my video for the first time, please subscribe my channel and also share to others so that others can also get useful by these videos. So thank you so much for watching. Bye.